വെൽക്കം ടു മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷ ഏത് രീതിയിൽ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. രണ്ട് കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ, അതിൻ്റെ അവസാനം 18 വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടിയൊക്കെ. പുതിയ ഉടമ്പടിയെക്കുറിച്ച് പഴയ നിയമ കാലത്തുള്ള പ്രവാചകന്മാർ യിരെമ്യാവ് 31:31 എഹെസ്കേൽ 36:26 ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ വായിച്ച് ഞാൻ കേൾപ്പിച്ചതാണ്. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് പ്രീവിയസ് എപ്പിസോഡ് പോയി ശ്രദ്ധിക്കണമേ. അപ്പോസ്തലത്തിലേക്ക് വിളിച്ചപ്പോൾ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന നിലയിൽ ആവശ്യമായ പ്രാപ്തി ദൈവം പൗലോസിന് നൽകി. കോരിന്ത്യരെ യഹൂദ മാർഗത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുവാൻ അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയവരുടെ ഉപദേശങ്ങൾ എത്ര ദരിദ്രമാണെന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. കാരണം പഴയ നിയമം കൊണ്ടുവന്ന് പുതിയ നിയമത്തിലോട്ട് കൊണ്ടുവന്ന് കയറ്റുകയാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ പുതിയ നിയമത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷയും താരതമ്യപ്പെടുത്തുകയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്നുള്ള പ്രസ്താവന ഈ അധ്യായത്തിലെ ഈ വിഷയത്തിൻ്റെ സംഗ്രഹമാണ്. അക്ഷരം ന്യായപ്രമാണത്തെ കാണിക്കുന്നതാണ്, ആത്മാവ് സുവിശേഷ സത്യങ്ങളെയും കാണിക്കുന്നതാണ്. ന്യായപ്രമാണത്തിൻ്റെ അക്ഷരം കുറ്റക്കാരന് മരണവിധി ഉച്ചരിക്കുമ്പോൾ സുവിശേഷം അതേ മനുഷ്യനെ കണ്ടെത്തി ജീവൻ പ്രദാനം ചെയ്യാണ്. ജീവൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 8:2 പറയുന്നു. കല്ലിൽ കൊത്തിയ മരണത്തിൻ്റെ ശുശ്രൂഷ അത് വന്നതും തേജസ്സോടെയാണ്, അല്ലേ? അതും തേജസ്സിലാണ്. ദൈവം മലയിൽ വെച്ച് കൊടുത്താണ്, തേജസ്സോടെയാണ്. എന്നാൽ അത് മങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മോശ താഴോട്ടിറങ്ങി വന്നപ്പോൾ അവൻ്റെ പ്രകാശത്തിൽ മോശയുടെ മുഖത്ത് നോക്കാനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. പഴയ നിയമത്തിലെ ദ മിനിസ്ട്രി ഓഫ് ഡെത്ത് എന്ന് വെച്ചാൽ പഴയ നിയമം അക്കംപ്ലിഷ് ചെയ്യുന്ന കാര്യം എന്താണ്? പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ദാവീദ് നാഥാനോട് പറയുന്നതാണ്. നാഥാൻ ചെന്നിട്ട് ദാവീദിനോട് അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ 2 ശമൂവേൽ 12-ാം അധ്യായത്തിലെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. അവൻ പറയാണ്, മരിക്കണം, മരിച്ചേ പറ്റുള്ളൂ, അതാണ് ശിക്ഷ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴേ പാപത്തോടുള്ള റിപ്പൻറ്റൻസും അവിടെ നിന്ന് ജീവൻ പ്രാപിക്കുന്ന ഒരു കാര്യം, പാപത്തിന് മേൽ ഉള്ള അല്ലെങ്കിൽ മരണത്തിന് മേലുള്ള അധികാരം, അതിനൊരു തേജസ്സുണ്ട്. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശെ അവർക്ക് നോക്കാൻ വേണ്ടി തലയിലൂടെ മുഖം മൂടിയിട്ടു, മൂടുപടത്താൽ ആവരണം ചെയ്തു. എന്നാൽ ആ തേജസ് മങ്ങിയ തേജസ്സായിരുന്നു. മങ്ങിയ തേജസ് ഫെയ്ഡ് ചെയ്തു പോകുന്നൊരു തേജസ്സായിരുന്നു. അത് താൽക്കാലിക സ്വഭാവമുള്ളതായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ് രംഗപ്രവേശനം ചെയ്യുന്നു പുതിയ നിയമത്തിലേക്ക്. അത് സൂര്യൻ്റെ വിളക്കിൻ്റെ പ്രഭയെ മറയ്ക്കുന്ന പോലെയൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള തേജസ്സായിരുന്നു ഉള്ളത്. 9-ാം വാക്യത്തിലെ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടി ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. അപ്പോഴേ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ തേജസ്സിൻ്റെ മേൽ തേജസ്സുള്ള ശുശ്രൂഷയാണ്. പാപക്ഷമയുടെ ശുശ്രൂഷ, നീതീകരിക്കപ്പെടുന്ന പാപിക്ക് നീതി ലഭിക്കുന്ന ശുശ്രൂഷ,
നീതി ആർജിക്കുകയില്ല, നമ്മുടെ പേരിൽ കണക്കിടുകയില്ല. എന്നാൽ സുവിശേഷത്തിൻ്റെ മികച്ച് നിൽക്കുന്ന തേജസ്, ന്യായപ്രമാണത്തിൻ്റെ തേജസ്സിനെ മങ്ങിച്ചു എന്ന് മാത്രമല്ല, അതിനെ തുടച്ചു മാറ്റുകയും ചെയ്തു എന്ന് കാണുന്നു. ഒരു മെഴുകുതിരിയുടെ പ്രകാശം ഇരുട്ടുള്ള ഒരു മുറിയിൽ ശ്രദ്ധിക്കപ്പെടുമെങ്കിലും അതിശക്തമായ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ അത് കാണത്തില്ല. അതുകൊണ്ട് പറയുന്നത്, നീക്കം വരുന്നതായിട്ടുള്ള സുവിശേഷത്തിൻ്റെ മികച്ച നിൽപ്പ്, തേജസ് ഇതിനെ നീക്കം ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. ആദ്യത്തെ നിയമം നീക്കം വരുന്നതാണെന്നും ആണ് അതിൻ്റെ വ്യത്യാസം. ക്ഷണികവും അപ്രത്യക്ഷവുമാകുന്ന എന്തും അത് അല്പം തേജസ് ഉള്ളതാണെങ്കിൽ പോലും നിലനിൽക്കുന്ന തേജസ്സിനോട് താരതമ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്ന് കാണും. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യന് പാലിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഹൃദയത്തിൻ്റെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം വായിക്കുന്ന യഹൂദന്മാരുടെ ഹൃദയത്തിന്മേൽ ഒരു മൂടുപടത്തിൻ്റെ സാദൃശ്യമാണ് പൗലോസ് കാണുന്നത്. ക്രിസ്തു വരുമ്പോൾ മാത്രമാണ് ന്യായപ്രമാണത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വെളിപ്പെടുന്നത്. അതിൽ നിഴലുകളും സാദൃശ്യങ്ങളും ക്രിസ്തു നിറവേറ്റിയെങ്കിലും ഇന്ന് വരെയും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ ഹൃദയത്തിന്മേൽ ആ മൂടുപടം ഉണ്ട് എന്ന് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. മോശ യഹൂദജനവും ഇന്നും മൂടുപടം ഇട്ടിരിക്കുകയാണ്. പൗലോസും ക്രിസ്തീയ വിശ്വാസികളും മൂടുപടം മാറ്റപ്പെട്ടവരാണ്. മുഖം മൂടുക എന്നാൽ ലജ്ജയും വിലാപവും എന്നും, മൂടുപടം മാറ്റുക എന്നാൽ ഉറ്റ വിശ്വാസവും സ്വാതന്ത്ര്യവും എന്നർത്ഥം. കർത്താവിലേക്ക് തിരിയുമ്പോഴേ ആ മൂടുപടം നീങ്ങിപ്പോകും. മോശ ദൈവത്തോട് സംസാരിക്കുവാൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മൂടുപടം മാറ്റുന്നതിൽ നിന്ന്, അത് പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലുള്ള റെഫറൻസാണ്. ഇസ്രായേലിയർ കർത്താവിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഹൃദയത്തിലെ മൂടുപടം നീങ്ങിപ്പോകുമെന്നുള്ള പാഠവുമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴേ ന്യായപ്രമാണത്തിൻ്റെ ഒരു ശുശ്രൂഷയ്ക്കായി വലിയൊരു ശുശ്രൂഷയാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. അതിൻ്റെ അവസാനത്തെ വാക്യം കൂടെ വായിച്ച് നമ്മൾ ഇന്ന് ഇത് അവസാനിപ്പിക്കാം. എന്നാൽ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും പടിപടിയായിട്ട് കർത്താവിനോട് രൂപാന്തരപ്പെടുകയാണ്. അവൻ്റെ മഹത്വത്തിലേക്കാണ് നാം രൂപാന്തരപ്പെടുന്നത്. എന്നാൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ അവൻ നമ്മൾ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ഈ പ്രക്രിയ പൂർത്തിയാകും. അപ്പോഴാണ് ആ പൂർണ്ണത നമ്മളായിത്തീരുന്നത്. ഇന്ന് നമ്മുടെ കാഴ്ച കണ്ണാടിയിൽ എന്ന പോലെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ മൂടുപടം മാറി, ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ മൂടുപടമെല്ലാം മാറി, തേജസ്സാണ് വന്നിരിക്കുന്നത്. എന്നാൽ ദിനം പ്രതിയുള്ള ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ദിനം പ്രതി നമ്മൾ അവൻ്റെ തേജസ്സിലേക്ക് രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് ജീവൻ വരുന്നുണ്ട്. നീതി, കർത്താവിൻ്റെ നീതി നമ്മൾ ധരിക്കുകയാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മൾ രൂപാന്തരപ്പെടുമെന്ന്. നമുക്ക് നമ്മളെ ക്രിസ്തീയ ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ പ്രതിമയോടെ നമ്മൾ അതുപോലെ തന്നെ രൂപാന്തരപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇതെല്ലാം നമുക്കുള്ള ഹോപ്പാണ്. അതുകൊണ്ട് ഈ ഹോപ്പിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് ആവശ്യം. ഇവിടെ വലിയ സ്വാതന്ത്ര്യമാണ്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പഴയ നിയമത്തിൽ അതില്ലായിരുന്നു. അത് ഇരുണ്ട ഒരു അന്തരീക്ഷമായിരുന്നു, മൂടുപടം കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശുശ്രൂഷ സ്വാതന്ത്ര്യമുള്ളതാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ തേജസ്സുള്ളതാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷ പഴയ നിയമത്തിൽ നിന്നും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. ഹൃദയത്തിലുള്ള മൂടുപടം മാറി, മുഖത്തുള്ള മൂടുപടം മാറി, കർത്താവിനോട് അനുരൂപപ്പെടുന്ന അവസ്ഥ.
അതിനുവേണ്ടി ആത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുകയാണ്. എത്ര വലിയൊരു ശുശ്രൂഷയാണ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത്. ഇന്നും ഇതിൻ്റെ മഹാത്മ്യം മനസ്സിലാകാതെ ഒരുപാട് പേര് ജീവിക്കുന്ന ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ജനിച്ച് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് ജനിച്ച് അത് 10 വയസ്സായാലും അത് നടക്കുകയും ഓടുകയോ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോഴും അത് മലർന്നു കിടന്ന് ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കാണുന്നവർ പറയും, അയ്യോ ആ കുഞ്ഞ് ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. ഈ അവസ്ഥയിൽ ഇരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യു ആർ സ്റ്റിൽ ഇൻ ഡയപ്പേഴ്സ് എന്നുള്ളതാണ് 1 കൊരിന്ത്യരിൽ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും ഡയപ്പറിലാണ് ഇരിക്കുന്ന കുഞ്ഞാണ്, കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പഠിച്ചിട്ടില്ല. നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അവൻ്റെ പ്രതിമ അവനോട് രൂപാന്തരപ്പെടുവാനായി ഫ്രം 1 ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അതർ, ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്കുള്ള തേജസ്സിലുള്ള രൂപാന്തരമാണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ പത്രമായിരിക്കാനായിട്ട് പറ്റും? യു കനോട്ട് ബി. യു വിൽ ബി എ പ്രൊഫസിങ് ക്രിസ്ത്യൻ ഓൺലി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രൊഫസിങ് ക്രിസ്ത്യനാണ്. അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ശാപം. ജീവിക്കാത്ത ക്രിസ്ത്യാനികളാണെന്ന് ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ജീവിച്ച് കാണിച്ചു കൊടുക്കൂ ക്രിസ്ത്യാനിറ്റി. യെസ്, ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്. അതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുറവാണ്, അത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിൽ മൂടുപടമെല്ലാം മാറി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വന്നു. ആത്മാവ് ഞങ്ങൾ വസിക്കുകയാണ്, ഹൃദയത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾ ആദിപാഠങ്ങൾക്കും കൽപ്പനകൾക്കും കീഴ്പ്പെട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പടി കർത്താവിൽ ഉയരുവാനായി കർത്താവെ സഹായിക്കണമേ. ഞങ്ങൾ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ദൈവമേ, അതിൽ നിന്ന് വിവരമായി ഉയരത്തിലുള്ള ചിന്തിപ്പാനോ ആത്മാവിൻ്റെ കാര്യങ്ങളെ ചിന്തിപ്പാനോ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ കർത്താവെ അതിൻ്റെ ഫുൾനെസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഫസ്റ്റ് സൺഡേയിലെ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു പറയാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.